ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചലഞ്ചറ. ഞാൻ രാജേശ്വരി വിനോദ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എബ്രഹാം മാസ്ലോ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറഞ്ഞു. എബ്രഹാം മാസ്ലോ ആവശ്യങ്ങളുടെ ശ്രേണി, ഹൈറാർക്കി ഓഫ് നീഡ്സ് അഥവാ ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുന്നത് അബ്രഹാം മാസ്ലോയാണ്. മാസ്ലോയുടെ ഏറ്റവും പ്രസിദ്ധമായ സിദ്ധാന്തമാണ് ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം. എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം എന്നാണ് വിളിക്കുക. എല്ലാ വ്യക്തികൾക്കും പൂർത്തീകരിക്കപ്പെടേണ്ട ആവശ്യങ്ങളുണ്ടെന്നും അവയെ അതിന്റെ ക്രമാനുഗതമായ രീതിക്കനുസരിച്ച് അതിന്റെ പ്രാധാന്യത്തിന് അടിസ്ഥാനമാക്കി താഴെ നിന്നും മുകളിലേക്ക് ക്രമീകരിക്കാമെന്നും അദ്ദേഹം വിശദമാക്കിയിട്ടുണ്ട്. ആര്? എബ്രഹാം മാസ്ലോ വിശദമാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ശ്രേണി, അതായത് മനുഷ്യന്റെ ആവശ്യങ്ങളെ അദ്ദേഹം തട്ടുകളാക്കി ഏകദേശം വിശദീകരിച്ചിട്ടുണ്ട്. ആ ആവശ്യങ്ങൾ, എല്ലാ മനുഷ്യനും ആവശ്യങ്ങൾ ഉണ്ടെന്നും അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്നും മുകളിലേക്ക് ക്രമീകരിക്കാവുന്ന ഒരു ശ്രേണിയായിട്ട് രൂപീകരിക്കാം എന്നും എബ്രഹാം മാസ്ലോ അഭിപ്രായപ്പെടുന്നു. ഇനി താഴത്തെ തലത്തിലുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ, അതായത് ഓരോ ഘട്ടത്തിലുമുള്ള ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതോടെ പുതിയ ആവശ്യങ്ങൾ രൂപീകരിക്കും, അല്ലെ പുതിയ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക്, ഉയർന്ന ആവശ്യങ്ങൾ കയറി വരും. അങ്ങനെ ഉയർന്ന ആവശ്യങ്ങൾ ഉയർന്നു വരും എന്നാണ് പറയുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് എന്ന് പറയുന്നത് ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്. അത് എന്താണ്? ശ്രേണിയുടെ അടിയിലായി നൽകുമ്പോൾ ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും മുകളിൽ, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നു എന്നാണ്. അപ്പൊ എബ്രഹാം മാസ്ലോ പറയുന്നത് ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞനാണ് അബ്രഹാം മാസ്ലോ. ഓരോ വ്യക്തിക്കും ആവശ്യങ്ങൾ ഉണ്ടെന്നും ആവശ്യങ്ങളെ അതിന്റെ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ താഴെ നിന്നും മുകളിലേക്ക് ക്രമീകരിക്കാം, ഒരു ശ്രേണിയായി ക്രമീകരിക്കാമെന്നും എബ്രഹാം മാസ്ലോ അഭിപ്രായപ്പെടുന്നു. ഓക്കെ, ഇനി ഈ ആവശ്യങ്ങളുടെ ഈ ശ്രേണി, ആവശ്യങ്ങളുണ്ടല്ലോ, അപ്പൊ അവയെ എന്താണ് ഒരു ശ്രേണിയായി നൽകിയിട്ടുണ്ട്. ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ശാരീരിക ആവശ്യങ്ങൾ അഥവാ ഫിസിയോളജിക്കൽ നീഡ്സ് ആണെങ്കിൽ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ആത്മസാക്ഷാത്കാരം അഥവാ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി എബ്രഹാം മാസ്ലോ 1908, 1970 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനഃശാസ്ത്രജ്ഞനാണ്. 1908 മുതൽ 1970 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനഃശാസ്ത്രജ്ഞനാണ് എബ്രഹാം മാസ്ലോ. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലാണ് അദ്ദേഹം ജനിച്ചത്. വിസ്കോൺ യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ നിന്ന് മനഃശാസ്ത്രത്തിൽ ബിരുദം നേടിയ വ്യക്തിയാണ് എബ്രഹാം മാസ്ലോ എന്നറിയപ്പെടുന്ന മനഃശാസ്ത്രജ്ഞൻ. സൈക്കോളജിക്ക് മാനവികതയുടെ കാഴ്ചപ്പാട് നൽകി. അതായത് മാനവികതാവാദം, ഹ്യൂമാനിസം, 21ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് ഹ്യൂമനിസം അഥവാ മാനവികതാവാദം. മാനവികതാവാദത്തിന്റെ രണ്ട് വക്താക്കൾ, മാനവികതാവാദം അഥവാ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ഒരു ശാഖ ആണ്. അപ്പൊ ഇതില് ഈ ശാഖ എന്ന് പറയാൻ പറ്റില്ല, ഒരു പഠന രീതിയാണ്. അപ്പൊ ഈ മാനവികതാവാദം ഊന്നൽ നൽകുന്നത്, സ്കൂൾസ് എന്ന് പറയാം നമുക്കിതിനെ, മാനവികതാവാദം ഇസ് എ സ്കൂൾ. അപ്പൊ ഇതിന്റെ പ്രയോക്താക്കൾ കാൾ റോജേഴ്സും എബ്രഹാം മാസ്ലോയുമാണ്. അപ്പൊ കാൾ റോജേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എബ്രഹാം മാസ്ലോയെ എടുത്തിട്ടത്. സൈക്കോളജിക്ക് മാനവികതയുടെ കാഴ്ചപ്പാട്, മാനവികതാവാദത്തിന്റെ വക്താവ് എന്ന രീതിയിൽ മാനവികതയുടെ കാഴ്ചപ്പാട് നൽകിയ വ്യക്തിയാണ് എബ്രഹാം മാസ്ലോ. മനുഷ്യന്റെ ആവശ്യങ്ങളെ വിവിധ തട്ടുകളായി അദ്ദേഹം ക്രമീകരിക്കുകയാണ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ വിവിധ തട്ടുകളായി ക്രമീകരിച്ചു എന്ന് കാണാം. ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്നതാണ് മനുഷ്യന്റെ ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു വ്യക്തി ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ആവശ്യ സാക്ഷാത്കാരത്തിലേക്ക് എത്തണം. അതായത് ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം ശാരീരിക ആവശ്യമാണ്. എന്നിരുന്നാൽ തന്നെയും ഏറ്റവും ഉയർന്ന തലത്തിലുള്ള, ഏറ്റവും ഉയർന്ന ശ്രേണിയിലുള്ള ആത്മസാക്ഷാത്കാരത്തിലേക്ക് വ്യക്തി എത്തണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് എന്ന് കാണാം. അദ്ദേഹത്തിന്റെ 3 ബുക്സ് ആണ്: സൈക്കോളജി ഓഫ് സയൻസ്, ടുവാർഡ്സ് എ സൈക്കോളജി ഓഫ് ബീയിങ്, ദ ഫാദർ റീച്ചസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഓക്കെ, ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. സൈക്കോളജി ഓഫ് സയൻസ്, ടുവാർഡ് എ സൈക്കോളജി ഓഫ് ബീയിങ്, എ ഫാദർ റീച്ചസ് ഓഫ് ഹ്യൂമൻ നേച്ചർ, ദ ഫാദർ റീച്ചസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. അപ്പൊ സൈക്കോളജി ഓഫ് സയൻസ്, ടുവാർഡ് എ സൈക്കോളജി ഓഫ് ബീയിങ്,
ദ ഫാദർ റീച്ചസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്സുകൾ എന്ന് പറയാനായിട്ട് സാധിക്കും. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആരുടെ? എബ്രഹാം മാസ്ലോ. ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ആവശ്യങ്ങളുടെ ശ്രേണി, ഹൈറാർക്കി ഓഫ് നീഡ്സ് ആരുടെ? എബ്രഹാം മാസ്ലോയുടേതാണ്. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇത് രണ്ട് പേരൊന്നാണ്. ആവശ്യങ്ങൾ, ആത്മസാക്ഷാത്കാരം, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നതും ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറയുമ്പോഴും രണ്ടും ഒരേ തിയറിയാണ്, പഠിച്ചു വെക്കുക. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം, ആത്മസാക്ഷാത്കാര സിദ്ധാന്തത്തിന് മറ്റൊരു പേരാണ് സ്വത്വ സാക്ഷാത്കാരം. സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം, ഇത് രണ്ടും എബ്രഹാം മാസ്ലോവിന്റെ, ആത്മസാക്ഷാത്കാരമാണെങ്കിലും സ്വത്വ സാക്ഷാത്കാരമാണെങ്കിലും എബ്രഹാം മാസ്ലോവിൻ്റെതാണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി അദ്ദേഹത്തിന്റെ ശ്രേണിയിൽ ഒന്നാമത്തേതാണ് ശാരീരിക ആവശ്യങ്ങൾ, 2 സുരക്ഷാ ആവശ്യങ്ങൾ, 3 സ്നേഹം സ്വന്തം എന്ന ആവശ്യങ്ങൾ, 4 വൈജ്ഞാനിക, 4 ആദരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. അപ്പൊ ഞാൻ ആവശ്യങ്ങളുടെ ശ്രേണി ഞാൻ ഇവിടെ വരയ്ക്കുകയാണ് കേട്ടോ. നമ്മൾ വരച്ചതിനകത്ത് ഒരു പോരായ്മ PPT ആക്കിയിട്ടുണ്ട്. അപ്പൊ ആവശ്യങ്ങൾ, എബ്രഹാം മാസ്ലോവിന്റെ ആവശ്യങ്ങളുടെ ശ്രേണി. ആവശ്യങ്ങളുടെ ശ്രേണിയിലെ ഏറ്റവും ആദ്യത്തെ ആവശ്യമാണ് ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ശാരീരിക ആവശ്യം. വായു, ജലം, സൂര്യപ്രകാശം, ആഹാരം, ഉറക്കം, ഇന്ദ്രിയ സുഖങ്ങൾ, മാനസികമായ സന്തുലിതാവസ്ഥ, ഇതൊക്കെയാണ് നമ്മുടെ ശാരീരിക ബേസിക് നീഡ്സ് അഥവാ ശാരീരിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്. രണ്ടാമത്തേതാണ് സുരക്ഷ. സുരക്ഷ, ഓക്കെ, സ്വന്തം കുടുംബം, മൂല്യബോധം, വസ്തുവകകൾ, ഇവയൊക്കെയാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നീ ആവശ്യങ്ങൾ. സ്നേഹം, സ്നേഹിക്കപ്പെടുക, ഇതാണ് കുടുംബ ബന്ധങ്ങൾ, സുഹൃത് ബന്ധങ്ങൾ, സ്നേഹിക്കപ്പെടുക, സുഹൃത് ബന്ധങ്ങൾ എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് സ്നേഹം, സ്വന്തം എന്ന ബോധം എന്നതിൽ വരുന്നത്. നാലാമത്തേതാണ് ആദരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ. മറ്റുള്ളവരെ ബഹുമാനിക്കുക, തന്റെ ആദരവ്, ബഹുമാനം, മറ്റുള്ളവരെ ബഹുമാനിക്കുക, തനിക്കുള്ള ആദരവൊക്കെ നേടിയെടുക്കുക, ഇതൊക്കെയാണ് ആദരവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ചില ബുക്കുകളിൽ ആത്മസാക്ഷാത്കാരം, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ഇനി 2 ആവശ്യം, ശരിക്കും പറഞ്ഞാൽ 3 ആവശ്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് വൈജ്ഞാനിക ആവശ്യങ്ങൾ. അറിവ് നേടുക, നേടിയ അറിവിനെ പ്രയോജനപ്പെടുത്തുക എന്നീതാണ് വൈജ്ഞാനിക ആവശ്യം എന്ന് പറയുന്നത്. അടുത്തതാണ് സൗന്ദര്യാത്മക ആവശ്യങ്ങൾ, അതായത് നമ്മുടെ ചുറ്റുമുള്ള അതില് സൗന്ദര്യം കണ്ടെത്തുക, അതുപോലെ തന്നെ സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ സൗന്ദര്യാത്മകമായ രീതിയിൽ കാണുക, ഇതൊക്കെയാണ് സൗന്ദര്യാത്മക ആവശ്യങ്ങൾ. അടുത്തതാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരം, ഇനി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുമ്പോ ചിലപ്പോൾ എന്താണ് ഈ സൗന്ദര്യാത്മകവും വൈജ്ഞാനികവും തരില്ല, തന്നേക്കില്ല. സൗന്ദര്യാത്മകവും വൈജ്ഞാനികവും ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഈ ആദരവ് കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം എന്ന 5ാമത്തെ ഘട്ടമാണ്. പക്ഷെ ചില ബുക്കുകളിൽ, ഇപ്പൊ വരുന്ന പുതിയ ബുക്കുകളിലെല്ലാം ഇത് രണ്ടും ഇൻക്ലൂഡ്, സൗന്ദര്യാത്മകവും വൈജ്ഞാനികവും. BEd സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇത് രണ്ടും ഇപ്പോൾ പഠിക്കാനുള്ളതാണ്, കേട്ടിട്ട് എക്സാമിനൊക്കെ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ മിസ് ഇത് രണ്ടും പഠിപ്പിച്ചായിരുന്നല്ലോ, എന്തുകൊണ്ട് അതില്ലാതെ, അപ്പൊ 7 ഘട്ടമില്ലേ? അങ്ങനെ ചിന്ത വേണ്ട. 7 ഇല്ല, 5. എത്ര ഘട്ടങ്ങളുണ്ട്? 1, 2, 3, 4, 5 ഘട്ടമാണ് ഉത്തരമെങ്കിൽ 5 എഴുതിക്കോണം. 7 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 7 എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ചില ബുക്കുകളിലാണ് ഇത് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. DLEDന്റെ ഒക്കെ, അതായത് DLEDന് പഠിക്കുന്ന അധ്യാപകരുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെയാണ് ഇത് ആഡ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ ഇത്രയൊന്ന് പഠിക്കുക. ശാരീരിക ആവശ്യങ്ങൾ, സുരക്ഷയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, സ്നേഹം, സ്വന്തം എന്ന ബോധം, ആദരവുമായി ബന്ധപ്പെട്ട, വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, ആത്മസാക്ഷാത്കാരം, അതായത് നമ്മുടെ ആവശ്യങ്ങളുടെ, മനുഷ്യന്റെ ജീവിത ആവശ്യങ്ങളിലെ ഏറ്റവും ഉയർന്ന ആവശ്യമാണ് ആത്മസാക്ഷാത്കാരം. അദ്ദേഹം പറയുന്നു ഈ ഓരോ ആവശ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന മുറയ്ക്ക് മാത്രമേ ആത്മസാക്ഷാത്കാരത്തിൽ എത്തിച്ചേരൂ എന്നാണ് എബ്രഹാം മാസ്ലോ പറയുന്നത്. അത് ശരിയാവണമെന്നില്ല. അതാണ് അതിന്റെ പോരായ്മ, ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. അതാണ്. രണ്ടാമത്തെ കാര്യം, ശാസ്ത്രീയമായ ഒരു അടിസ്ഥാനത്തിൽ ഇതിനെ അളക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹം ഈ പറയുന്ന ശാരീരിക ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞോ, സുരക്ഷാ ആവശ്യങ്ങൾ എത്തിയോ, ശാസ്ത്രീയമായി അളന്ന് തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാരണത്താലും ഈ ഒരു എബ്രഹാം മാസ്ലോയിന്റെ ആവശ്യങ്ങളുടെ ശ്രേണി വലിയ കാര്യമായിട്ട് പോയില്ല. അതായത് ഒരുപാട് പച്ച പിടിച്ചില്ല എന്ന് പറയാനായിട്ട് സാധിക്കും. ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് പഠിക്കാനില്ല. ആവശ്യങ്ങളുടെ ശ്രേണി സിദ്ധാന്തം ആവിഷ്കരിച്ചത് എബ്രഹാം മാസ്ലോയാണ്. ഇതിന് 2 പേരുകളുണ്ട്. ആത്മസാക്ഷാത്കാര സിദ്ധാന്തം എന്നും സ്വത്വ സാക്ഷാത്കാര സിദ്ധാന്തം എന്നും ഇതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, പഠിച്ചു വയ്ക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഘട്ടത്തിലെയും ആവശ്യങ്ങളെ കാണാതെ പഠിക്കണം. ശാരീരികം, സുരക്ഷ, സ്നേഹം, സ്വന്തം എന്ന ബോധം, ആദരവ്, വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, ആത്മസാക്ഷാത്കാരം. ചിലപ്പോൾ ഇത് രണ്ടും കാണില്ല, 5 ഘട്ടം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ അങ്ങനെ പഠിച്ചു വയ്ക്കുക.
ഓക്കെ ഡിയേഴ്സ്, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.